ഇപ്പൊ ഈ പേപ്പറിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിയേ. നിനക്ക് എന്തിനു മിണ്ടുമ്പോ ഇത്ര ദേഷ്യം? നിന്റെ ഈ പെരട്ട സ്വഭാവം കാരണം തന്നെ നിന്റെ കൂടെ ഒരാള് നിക്കാത്ത. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇപ്പൊ നോക്കിയാലും കരച്ചില്, മോങ്ങല്, ദേഷ്യം, കോപം തന്നെ. ഞാനും കണ്ട് വേറെ കുറെ ആൾക്കാരൊക്കെ ഇതേപോലത്തെ ആൾക്കാരൊന്നും ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടൊന്നുമില്ല. ദേഷ്യം വരും മനുഷ്യന്മാര് പലതും പറയും. വിട്ട് കളയും നീ അങ്ങോട്ട്. സോറി, ഞാനല്ല, വേറെ ആരും അല്ലല്ലോ. നീ ഞങ്ങൾക്ക് കളയിടേ. ഇപ്പൊ ഈ പേപ്പറിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിയേ. ഇത്ര നേരം നിങ്ങൾ ഇമാതിരി ദേഷ്യം, കോപം, സങ്കടം ഒക്കെ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് പറഞ്ഞു ഇല്ലേ? ഇപ്പൊ ഈ പേപ്പറിന്റെ അവസ്ഥ കണ്ട ആകെ ചുളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായി. നിങ്ങൾ ലാസ്റ്റ് ഒരു സോറി പറഞ്ഞു കഴിയുമ്പോ ഈ ബന്ധം പഴയ പോലെ പൂർണ്ണ രൂപത്തിലാവും നിങ്ങൾ വിചാരിക്കാം. പക്ഷെ ഈ ചുളിവുകള്, ഈ വിടവുകള്, ഇവിടെ ഉണ്ടായിട്ടുള്ള ഓരോ വിഷമങ്ങള് അത് പിന്നീട് ഒരിക്കലും പഴയ പോലെ ആക്കാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക്. ബന്ധങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കുകളെയാണ്. പഴയ ആളുകൾ പറയുന്ന പോലെ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനിങ്ങനെ കൂരമ്പിന്റെ മൂർച്ചയാണ്, അതിന് ഭയങ്കര ഷാർപ്പാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഹൃദയത്തിലേക്കാണ് അത് ആഴത്തിൽ ഇറങ്ങിച്ചല്ല. ഒരുപക്ഷെ നിങ്ങൾ അതിന് ശേഷം സോറി പറയായിരിക്കും, പക്ഷെ ആ ബന്ധം ഒരിക്കലും പഴയ പോലെ ആവില്ല. നമ്മൾ ഈ ചുമരിൽ ഇങ്ങനെ ആണി അടിച്ചിറക്കില്ലേ, ആ ആണി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം, പക്ഷെ ആ പഴുത് അതെന്നും അതുപോലെ തന്നെ നിലനിൽക്കും.